നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചാണ്. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും ക്രിപ്റ്റോ കറൻസിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്നും ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കാമെന്നും ക്രിപ്റ്റോ കറൻസി ചില പ്രശസ്തമായ ക്രിപ്റ്റോ കറൻസികൾ ഏതെല്ലാമെന്നും ക്രിപ്റ്റോ കറൻസിയുടെ ലാഭനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും റിസ്ക് എന്നിവ എന്തെല്ലാമെന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളും നോക്കാവുന്നതാണ്. ആദ്യമായി എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ കറൻസിയാണ്. ഇത് ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു കേന്ദ്രീകൃത അധികാരമില്ലാതെ ബ്ലോക്ക് ചെയിൻ എന്ന ഡീസെൻട്രലൈസ്ഡ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇതൊരു ക്രിപ്റ്റോ കറൻസിക്ക് ഒരു കേന്ദ്ര ബാങ്കോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതൊരു ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഇതൊരു കേന്ദ്രീകൃത അധികാരമില്ലാതെ ബ്ലോക്ക് ചെയിൻ എന്ന ഡീസെൻട്രലൈസ്ഡ് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസിയുടെ പ്രധാന സവിശേഷതകൾ: ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരു കേന്ദ്ര ബാങ്കോ സർക്കാരോ നിയന്ത്രിക്കുന്നില്ല. പിന്നെ ഡിജിറ്റൽ രൂപമാണ്. ഫിസിക്കൽ നോട്ടുകളോ നാണയങ്ങളോ അല്ല, ഓൺലൈനായി മാത്രമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇത് സെക്യൂറാണ്. ബ്ലോക്ക് ചെയിൻ വഴിയുള്ള എൻക്രിപ്റ്റഡ് ട്രാൻസാക്ഷൻ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് സുരക്ഷിതത്വമുണ്ട്. ലിമിറ്റഡ് സപ്ലൈ ആണ്. പല ക്രിപ്റ്റോ കറൻസികൾക്കും പരിമിതമായ സപ്ലൈ മാത്രമാണ് ഉള്ളത്. ബിറ്റ്കോയിന് 21 മില്യൺ. പിയർ ടു പിയർ സിസ്റ്റമാണ്. ഇത് ഇടപാട് നടത്താൻ ബാങ്കുകൾ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിപ്റ്റോ കറൻസികളെ 5ആയി തരംതിരിക്കാം. അതായത് പണമിടപാട് ക്രിപ്റ്റോ കറൻസികൾ ബിറ്റ്കോയിൻ, ലെറ്റ്കോയിൻ പോലുള്ളവയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇത് പണമിടപാടുകൾക്കും മൂല്യ സംഭരണത്തിനും ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ് പണമിടപാട് ക്രിപ്റ്റോ കറൻസികൾ. അതിൽ ബിറ്റ്കോയിൻ, ലെറ്റ്കോയിൻ തുടങ്ങിയവ ആ കാറ്റഗറിയിൽ വരുന്നവയാണ്. ഇനി സ്മാർട്ട് കോൺട്രാക്റ്റ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയും. അതായത് വിതരണമുള്ള ആപ്ലിക്കേഷനുകളും സ്മാർട്ട് കോൺട്രാക്റ്റുകളും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ആപ്ലിക്കേഷനുകളും സ്മാർട്ട് കോൺട്രാക്റ്റുകളും സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്മാർട്ട് കോൺട്രാക്റ്റ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. എതേറിയം, കാർഡിനോ പോലുള്ളവയാണ് ഈ തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ. എതേറിയം, കാർഡാനോ പോലുള്ളവയാണ് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ. അടുത്തതായിട്ട് പറഞ്ഞ സ്റ്റേബിൾ കോയിനുകളാണ്. അതായത് ഫിയറ്റ് കറൻസികളുമായി ബന്ധിച്ച് സ്ഥിരതയുള്ള മൂല്യം നൽകുന്നതാണ് സ്റ്റേബിൾ കോയിനുകൾ എന്ന് പറയുന്നത്. അതായത് ടെതർ, USD കോയിനുകൾ പോലുള്ളവയാണ് ഈ കാറ്റഗറിയിലുള്ളത്. അതായത് ടെതർ, USD കോയിനുകൾ പോലുള്ള ഫിയറ്റ് കറൻസികളുമായി ബന്ധിപ്പിച്ച് സ്ഥിരതയുള്ള മൂല്യം നൽകുന്നതാണ് സ്റ്റേബിൾ കോയിനുകൾ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ടോക്കണുകൾ പ്രത്യേക ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റങ്ങളിൽ വിവിധ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. അതായത് പ്രത്യേക ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റങ്ങളിൽ വിവിധ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് യൂട്ടിലിറ്റീസ് ടോക്കണുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബൈനാൻസ് കോയിൻ, റിപ്പിൾ പോലുള്ളവയാണ് ഈ കാറ്റഗറിയിലുള്ളത്. അതായത് ബൈനാൻസ് കോയിൻ, റിപ്പിൾ പോലുള്ളവ പ്രത്യേക ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റങ്ങളിൽ വിവിധ ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. മെമ്മോയിനുകൾ എന്ന് പറയുന്നു. അതായത് ഡോഗ് കോയിൻ പോലുള്ളവ ഇൻ്റർനെറ്റ് മീമുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രചാരം ഉള്ളവയാണ്. അതായത് ഇൻ്റർനെറ്റ് മീമുകളിൽ നിന്ന് പ്രചാരം ഉൾക്കൊണ്ട് പ്രചാരത്തിലുള്ളവയാണ്. ഇൻ്റർനെറ്റ് മീമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചാരത്തിലുള്ളവയാണ്. ഇത് ഡോഗ് കോയിൻ പോലുള്ളവയാണ്. അത് മെമ്മോയിനുകൾ എന്ന് വെച്ചാൽ ഡോഗ് കോയിനുകൾ പോലുള്ള ഇൻ്റർനെറ്റ് മീമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള പ്രചാരത്തിലുള്ള കോയിനുകളാണ്. ഇത് ഡോട്ട് കോയിനാണ് അതിനുദാഹരണം ഡോഗ് കോയിൻ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു
പ്രശസ്തമായ ചില ക്രിപ്റ്റോ കറൻസികൾ നോക്കാവുന്നതാണ്. ബിറ്റ് കോയിൻ ആദ്യത്തെയും ഏറ്റവും പ്രസിദ്ധവുമായ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. എത്തേറിയം ഉണ്ട്. സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന കോയിനാണ്, ക്രിപ്റ്റോ കറൻസിയാണ്. റിപ്പിൾ ഉണ്ട്, പിന്നെ സൊലാനോ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ലാഭങ്ങൾ അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ്. ഇത് ക്രിപ്റ്റോ കറൻസിയുടെ ലാഭനഷ്ടങ്ങൾ എന്തായാലും നോക്കാം. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അധിക ലാഭസാധ്യതയുണ്ട്. ഹൈ റിട്ടേൺസ് പൊട്ടൻഷ്യലാണ്. ഹൈ റിട്ടേൺസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുകൾ വളരെ എളുപ്പത്തിൽ നടക്കും. ഡീസെൻട്രലൈസ്ഡ് ആയതിനാൽ വലിയ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇനി റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ വോളറ്റിലിറ്റിയാണ്. വിലയുടെ അത്യധികം ചാഞ്ചാട്ടമുണ്ടാകുന്നു. നിയമപരമായ അനിശ്ചിതത്വമുണ്ട്. ലീഗൽ അൺസർട്ടനിറ്റി. ഇന്ത്യയും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഹാക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനുമുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാവുന്നതാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനും ലീഗലായി സാധിക്കും. എന്നാൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ ഇന്ത്യയിൽ വിർച്വൽ ഡിജിറ്റൽ ആസ്തിയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇവ നിയമപരമായ ടെൻഡർ അല്ല. ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചുകൾ വഴി ട്രേഡിംഗ് നടത്താൻ കഴിയും. ഈ പ്രക്രിയയ്ക്ക് KYC പൂർത്തിയാക്കിയിരിക്കണം. ഇനി എങ്ങനെ വാങ്ങാം, എങ്ങനെ വിൽക്കാം എന്ന് നോക്കാം. അതിനുള്ള ഫസ്റ്റ് ഘട്ടങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, വിശ്വസനീയമായ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചുകൾ തിരഞ്ഞെടുക്കുക. ജനപ്രിയ എക്സ്ചേഞ്ചുകളായിട്ട് വരുന്നത് CoinDCSൽ ഏതാണ്ട് 500-ലധികം ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസാണ്. 2FA അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസുമുണ്ട്. വസീർ എസ് 250-ൽ പരം ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ഫീസാണ്. P2P ട്രേഡിംഗ് ആണ്. അതുപോലെ കോയിൻ സ്വിച്ച് 30-ലധികം ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. UPI പിന്തുണയുണ്ട്. തുടക്കക്കാർക്ക് അനുയോജ്യവുമാണ്. മുഡ്രക്സ് 350-ലധികം ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. UPI വഴി എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയും. യൂനോ കോയിൻ 2013 മുതൽ പ്രചാരത്തിലുണ്ട്. 50-ലധികം ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിനാൻസ് ഇന്ത്യ 500-ൽ പരം ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ് ബിനാൻസ്. പിന്നെ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, സുരക്ഷിതത്വമാണ് ഫസ്റ്റ് പരിഗണിക്കേണ്ടത്. 2 ഫേസ് ഒതൻറ്റിക്കേഷൻ, ഇത് 2FA 2 ഫേസ് ഒതൻറ്റിക്കേഷൻ ഉള്ളതായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഉള്ളതും സുരക്ഷിതത്വം കൂടുതലുള്ളതാണ്. ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസ് ആയിരിക്കണം. ഫീസ് ഉദാഹരണത്തിന് മുർഡക്സിൻ്റെ 0.2%, യൂനോ കോയിന് 0.5%. ഇങ്ങനെ ഫീസ് എത്രയെന്ന് മനസ്സിലാക്കണം. ഉപഭോക്തൃ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാമാണ് പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. ഇനി നമുക്ക് അക്കൗണ്ടുകൾ സൃഷ്ടിക്കുകയും KYC പൂർത്തിയാക്കുകയും ചെയ്യുക. എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. KYC ആവശ്യകതകൾ പൂർത്തിയാക്കുക. അതിന് ആവശ്യമായി വരുന്നത് ഒന്ന്, അക്കൗണ്ട് സൃഷ്ടിക്കുകയും KYC പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ആണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. അതിന് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ രജിസ്റ്റർ ചെയ്യണം. KYC ആവശ്യകതകളുണ്ട്. അതിന് പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ വേണം. ഫണ്ടുകൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. അത് INR ഡിപ്പോസിറ്റ് ചെയ്യുന്ന UPI, നെഫ്റ്റ്, IMPS അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മിനിമം ഡിപ്പോസിറ്റ് എത്രയെന്ന് മിനിമം ഡിപ്പോസിറ്റ് ചെയ്യണം. അത് കോയിൻ സ്വിച്ച്, മുർഡക്സ് തുടങ്ങിയവയ്ക്ക് 100 രൂപയാണ്. യൂണിക്കോയിൻ
വസീറസ് തുടങ്ങിയവയ്ക്കും 100 രൂപയാണ് മിനിമം ഡിപ്പോസിറ്റ് വേണ്ടി വരുന്നത്. ഇനി ക്രിപ്റ്റോ വാങ്ങുക എന്നാണ്. എക്സ്ചേഞ്ചിൽ ബൈ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആവശ്യമുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ, എതേറിയം തിരഞ്ഞെടുക്കുക. ആവശ്യമുള്ള ക്രിപ്റ്റോ കറൻസികൾ തിരഞ്ഞെടുക്കുക. തുക നൽകി മിനിമം 100 രൂപ മുതലാണ് ഓർഡർ സ്ഥിരീകരിക്കുക. പേയ്മെൻറ്റ് ഓപ്ഷനുകൾ UPI, ഡെപ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ട്രാൻസ്ഫർ, P2P ട്രേഡിംഗ്, ഈ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിനിൽ സ്ഥിരീകരിച്ച ശേഷം നിങ്ങളുടെ എക്സ്ചേഞ്ച് വാലറ്റിൽ ലഭിക്കുന്നതാണ്. ക്രിപ്റ്റോ നിങ്ങളുടെ എക്സ്ചേഞ്ച് വാലറ്റിൽ ലഭിക്കും. അതായത് ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിനിൽ സ്ഥിരീകരിച്ച ശേഷം ക്രിപ്റ്റോ നിങ്ങളുടെ എക്സ്ചേഞ്ച് വാലറ്റിൽ ലഭിക്കും. ക്രിപ്റ്റോകൾ വിൽക്കുക എന്നുള്ളതാണ് അടുത്തത്. എക്സ്ചേഞ്ചിൽ സെൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിൽക്കാൻ ആഗ്രഹിക്കുന്ന ക്രിപ്റ്റോയും തുകയും തിരഞ്ഞെടുത്ത് INRലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതായത് എക്സ്ചേഞ്ചിൽ സെൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിൽക്കാൻ ആഗ്രഹിക്കുന്ന ക്രിപ്റ്റോയും തുകയും തിരഞ്ഞെടുത്ത് INRലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യം, വിൽക്കുന്നതിന് മുമ്പ് ക്രിപ്റ്റോ നിങ്ങളുടെ വാലറ്റിൽ നിന്നും എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി സുരക്ഷിതമായ സംഭരണം. എക്സ്ചേഞ്ച് വാലറ്റുകൾ തുടക്കക്കാർക്ക് എളുപ്പമാണ്, പക്ഷേ ഹാക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. പ്രൈവറ്റ് വാലറ്റുകൾ, ഹോട്ട് വാലറ്റ്, അതായത് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വാലറ്റാണ് ഹോട്ട് വാലറ്റ്. ഉദാഹരണത്തിന് ട്രസ്റ്റ് വാലറ്റ്, മെറ്റിക് മാസ്ക് തുടങ്ങിയവ അങ്ങനെയുള്ള ഹോട്ട് വാലറ്റാണ്. കോൾഡ് വാലറ്റ് ഓഫ്ലൈനിൽ കൂടുതൽ സുരക്ഷിതത്വമാണ്. ഉദാഹരണത്തിന് ലെഡ്ജർ, ട്രിസോൺ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. ഇനി ടാക്സ് വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാവുന്നതാണ്. 30% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ക്രിപ്റ്റോ കറൻസിയിലെ വ്യാപാരത്തിൽ ഓരോ ട്രേഡിനും 1% TDSഉം കൊടുക്കേണ്ടതായി വരും. അത് 10,000 മുകളിൽ പ്രതിവർഷം. ഇൻകം ടാക്സ് റിട്ടേൺ ITR ഫയൽ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ ലാഭം കാണിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. ഇനി ഒരു ഉദാഹരണം നമുക്ക് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് കോയിൻ സ്വിച്ചിൽ ബിറ്റ്കോയിൻ വാങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നത് എന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് കോയിൻ സ്വിച്ചിൽ ബിറ്റ്കോയിൻ വാങ്ങുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. കോയിൻ സ്വിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. പാൻ കാർഡ്, ആധാർ കാർഡ് വിവരങ്ങൾ നൽകി KYC പൂർത്തിയാക്കുക. മൂന്നാമത്തേത് UPI അല്ലെങ്കിൽ ബാങ്ക് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. മിനിമം 100 റുപ്പീസാണ്. അല്ലെങ്കിൽ 100 റുപ്പീസോ അതിന് മുകളിലോ 100 രൂപയോ അതിൽ കൂടുതലോ ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ടാബിൽ ബിറ്റ്കോയിൻ തിരഞ്ഞെടുക്കുക. തുക നൽകി വാങ്ങുക. ഇനി വിൽക്കുമ്പോൾ BTC, അതായത് ബിറ്റ്കോയിൻ തിരഞ്ഞെടുത്ത് സെൽ ഓപ്ഷൻ ഉപയോഗിച്ച് INRലേക്ക് പരിവർത്തനം ചെയ്യുക. തുടർന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ക്രിപ്റ്റോ കറൻസികൾ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഉയർന്ന റിസ്ക്കും ഉയർന്ന റിട്ടേണുമുള്ള ഒരു നിക്ഷേപ ഉപാധിയാണ്. വാങ്ങാനും വിൽക്കാനും കഴിയുമെങ്കിലും വാങ്ങാനും വിൽക്കാനും CoinDCS, വസീറസ് പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാവുന്നതാണ്. 100 രൂപ മുതൽ തന്നെ നിക്ഷേപം തുടങ്ങാം. ലാഭത്തിൽ 30% ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. സർക്കാർ താൽപ്പര്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു മേഖലയാണിത്. ഭാവിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി അടിസ്ഥാന പഠനം നടത്തിയതിന് ശേഷം മാത്രമേ കൂടുതൽ വലിയ തുകകൾ നിക്ഷേപിക്കാവൂ. കോയിൻ്റെ പ്രോജക്റ്റ്
പ്രോജക്റ്റ് യൂസ് കേസ് എന്നിവ മനസ്സിലാക്കിയ ശേഷമേ വാങ്ങാവൂ. പിന്നെ അതുപോലെ അതാത് സമയത്തുണ്ടാകുന്ന നിയമങ്ങളും ലോസും ടാക്സ് അപ്ഡേറ്റുകളും ആൻഡ് സേഫ്റ്റി എന്നിവ യുടെ കാര്യങ്ങൾ നിരന്തരം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ വാങ്ങാവൂ.